പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് കണ്ടിരുന്നോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്? അതെ, ഒരു ഇല വരച്ച് നിറം കൊടുക്കാനുണ്ട് അല്ലേ? ഇതുപോലെ ഒരു ഇല നിങ്ങൾക്ക് വരക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. നമ്മുടെ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ എന്തൊക്കെ ഇലകളുണ്ട്? ഏതൊക്കെ ഇലകളുടെ പേര് നിങ്ങൾക്കറിയാം? നമുക്ക് കുറച്ച് ഇലകളുടെ പേര് പറഞ്ഞാലോ? ഓരോന്നിൻ്റെയും പേരുകൾ നോട്ട്ബുക്കിലേക്ക് പറഞ്ഞുകൊണ്ട് എഴുതണം. തുളസിയില, ചേമ്പില, വാഴയില, ആലില, പ്ലാവില, മാവില. എന്താണ് മാവില എന്ന് പറഞ്ഞാൽ? മാവിൻ്റെ ഇല. ആര്യവേപ്പില, നാരകത്തില. നാരകത്തില എന്ന് പറഞ്ഞാൽ നാരകത്തിൻ്റെ ഇല, നാരങ്ങയുടെ ഇല. ചെമ്പരത്തിയില, മത്തയില, മത്തൻ ചെടിയുടെ ഇല. നമ്മളിപ്പോൾ പറഞ്ഞ ഇലകളൊക്കെ ഒരേ ആകൃതിയിലാണോ? അല്ലല്ലോ. നീളത്തിലുള്ളവയുണ്ട്, വട്ടത്തിലുള്ളവയുണ്ട്. ചില ഇലകൾ കണ്ടിട്ടില്ലേ? കൈവിരലുകളുടെ ആകൃതിയിലുള്ളവ, കൈപ്പത്തിയുടെ ആകൃതിയിലുള്ളവ. അതുപോലെ ഒരേ മണത്തിലുള്ളവയാണോ? അല്ല. ഒരേ ആകൃതിയിലുള്ളവയുമല്ല, ഒരേ മണത്തിലുള്ളവയുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരേ നിറത്തിലുള്ളവയാണോ? ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച് നോക്കൂ. അല്ല, വ്യത്യസ്തമായ നിറത്തിലുള്ള ഇലകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇലകൾ ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തരാകുന്നു? വലുപ്പത്തിൽ, ആകൃതിയിൽ, നിറത്തിൽ, മണത്തിൽ. മണമുള്ള ഇലകൾ ഏതൊക്കെയാണ്? രംഭയില, കറിവേപ്പില, മാവില, പുതിനയില, കറിവേപ്പില, മല്ലിയില. ഇനിയും ധാരാളം ഇലകളുണ്ട്. രംഭയില നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയാണ്, നല്ല ബിരിയാണിക്ക് നല്ല മണം കിട്ടാൻ. നിങ്ങൾ ചേമ്പിലയിൽ വെള്ളം വീഴുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത് രസമാണത് കാണാൻ, അല്ലേ? അതിങ്ങനെ ഇലകളിൽ കൂടി ഉരുണ്ടുരുണ്ടു താഴേക്ക് വീഴും. അതുപോലെ തന്നെയാണോ മറ്റുള്ള ഇലകളിൽ വെള്ളം വീഴുന്നത്? നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ചേമ്പിലയിൽ വെള്ളമൊഴിച്ചാൽ നനയില്ല. കാരണം എന്താണെന്നോ? ചേമ്പിലയ്ക്ക് മുകളിൽ മെഴുകുപോലുള്ള ഒരു ആവരണമുണ്ട്. താമരയിലയിലും ചെടികളുടെ തളിരിലയിലുമെല്ലാം ഈ ആവരണമുണ്ട്. അതുകൊണ്ടാണ് ഇവ വെള്ളം വീണാൽ നനയാത്തത്. അത് ഉരുണ്ടുരുണ്ട് മണികളായി താഴേക്ക് വീഴും. ഇനി നമുക്ക് ഇലകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി നോക്കിയാലോ? ഇടതുഭാഗത്ത് ഇലയുടെ പേരും വലതുഭാഗത്ത് ഇലയുടെ ഉപയോഗവും എഴുതാം. തുളസിയില ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് തുളസിയില. കറിവേപ്പില, കറിയിൽ ചേർക്കാൻ. പ്ലാവില, ആടിന് ഭക്ഷണം. പനിക്കൂർക്കയില, ഔഷധം. ചീരയില, കറി വയ്ക്കാൻ. വാഴയില, ചോറ് പൊതിയാൻ. ഇനി നിങ്ങൾക്കറിയാവുന്ന ഇലകളും അവയുടെ ഉപയോഗം കൂടി എഴുതി ഈ പട്ടിക കൂടുതൽ വിപുലപ്പെടുത്തണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.